മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് iPhone 12നെ പറ്റിയാണ്. ആപ്പിളിൻ്റെ ഏത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയാലും അതിന് കിട്ടുന്ന ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് iPhone 12ൻ്റെ കേസിലും. കുറേ റൂമേഴ്സ്, ലീക്സ് എല്ലാം നമ്മൾ കേട്ടതാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, പ്രൈസിങ്, ഡിസൈനിങ് എല്ലാം അടങ്ങിയ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആകുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആപ്പിൾ 4 മോഡൽസിലാണ് iPhone 12 ഇറക്കാൻ പോകുന്നത്. ഏറ്റവും ലോ വേരിയൻ്റായ iPhone 12ഉം iPhone 12 മാക്സും, ഹയർ വേരിയൻ്റായ iPhone 12 പ്രോയും iPhone 12 പ്രോ മാക്സും. ആദ്യം നമുക്ക് ഏറ്റവും ലോ വേരിയൻ്റായ iPhone 12നെ പറ്റി നോക്കാം. 5.4 ഇഞ്ച് ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത്. ഡിസ്പ്ലേ വരുന്നത് OLED ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ സ്ക്രീൻ നിർമ്മിച്ചിരിക്കുന്നത് സാംസങ് അല്ല, BOE എന്ന് പറഞ്ഞൊരു ചൈനീസ് കമ്പനിയാണ്. 4GB റാമിലാണ് iPhone 12ൻ്റെ ഏറ്റവും ലോവസ്റ്റ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 128GB 256GB സ്റ്റോറേജ് വേരിയൻറ്റിലും അവൈലബിൾ ആണ്. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന A14 Bionic ചിപ്പ് വിത്ത് 5G കണക്ടിവിറ്റിയും ഉണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അലൂമിനിയം ബോഡിയിലാണ് വരുന്നത്. iPhone 12ൻ്റെ ക്യാമറ വരുന്നത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. നമുക്കിനി ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. ഏറ്റവും ലോ വേരിയൻ്റായ 128GBക്ക് വരുന്നത് $649 ആണ്. 256GBക്ക് വരുന്നത് $749 ആണ്. അടുത്ത മോഡലാണ് iPhone 12 മാക്സ്. iPhone 12 മാക്സും iPhone 12ഉം തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സ്ക്രീനിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. iPhone 12ൻ്റെ സ്ക്രീൻ നമ്മൾ പറഞ്ഞിരുന്നു 5.4 ഇഞ്ച് ഡിസ്പ്ലേയിലാണ് വന്നിരുന്നത്. എന്നാൽ iPhone 12 മാക്സിൻ്റെ വരുന്നത് 6.1 ഇഞ്ച് ഡിസ്പ്ലേയിലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയും OLED ഡിസ്പ്ലേ തന്നെയാണ്. BOE എന്ന് പറഞ്ഞൊരു ചൈനീസ് കമ്പനി തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ നിർമ്മിച്ചിരിക്കുന്നത്. 16Hz റിഫ്രഷ് റേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. A14 Bionic ചിപ്പ് വിത്ത് 5G കണക്ടിവിറ്റിയും ഇതിൽ തന്നെ ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അലൂമിനിയം ബോഡി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ iPhone 12 കണ്ടതുപോലെ തന്നെ iPhone 12 മാക്സിലും ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. iPhone 12ഉം iPhone 12 മാക്സും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സ്ക്രീനിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇതിൻ്റെ 128GBക്ക് വരുന്നത് $749ഉം 256GBക്ക് വരുന്നത് $849ഉമാണ്. ഇനി നമുക്ക് ഐഫോണിൻ്റെ ഹൈ വേരിയൻ്റായ iPhone 12 പ്രോയെ പറ്റി നോക്കാം. 6.1 ഇഞ്ച് OLED ഡിസ്പ്ലേയിലാണ് വരുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് iPhone 12ലും iPhone 12 മാക്സിലും സ്ക്രീൻ നിർമ്മിച്ചത് BOE എന്ന് പറഞ്ഞൊരു ചൈനീസ് കമ്പനിയായിരുന്നു. എന്നാൽ iPhone 12 പ്രോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സാംസങ് ആണ് സ്ക്രീൻ നിർമ്മിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. മെയിൻ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് 60Hz to 120Hz ഈ ഫോണിന് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പം നമ്മുടെ ഫോണിൽ എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആപ്പാണോ വീഡിയോസ് ആണോ അതോ ഗെയിമാണോ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതനുസരിച്ച് ഐഫോൺ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. ഇതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കൺസ്യൂം ചെയ്യാൻ സാധിക്കും. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. iPhone 12ലും iPhone 12 മാക്സിലും നമ്മൾ കണ്ടത് അലൂമിനിയം ബോഡിയായിരുന്നു. എന്നാൽ iPhone 12 പ്രോയിൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം ബോഡിയാണ്. ഇനി നമുക്ക് ക്യാമറയുടെ സെക്ഷൻ നോക്കാം. ലോ വേരിയൻറ്റ് വന്നത് ഡ്യുവൽ ക്യാമറയിലാണെങ്കിൽ ഹൈ വേരിയൻറ്റ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. ട്രിപ്പിൾ ക്യാമറയിൽ ഒന്ന് വൈഡ് ക്യാമറയും മറ്റൊന്ന് അൾട്രാ വൈഡ് ക്യാമറയും മൂന്നാമത്തേത് ടെലിഫോട്ടോ ക്യാമറയാണ്. ഇതിനോടൊപ്പം തന്നെ LiDAR സെൻസറും വരുന്നുണ്ട്. LiDAR സെൻസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. സാധാരണ ഫോണുകളിൽ നമ്മൾ കാണുന്നത് ലേസർ സെൻസറുകളാണ്. LiDAR സെൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോയുടെ ഡെപ്ത്, ഡിസ്റ്റൻസ് എല്ലാം വളരെ ആക്യുറേറ്റ് ആയിരിക്കും. സോ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഫോട്ടോയിൽ കിട്ടുന്നതായിരിക്കും LiDAR സെൻസർ വഴി. ഏറ്റവും ലോ വേരിയൻ്റായ 128GB വരുന്നത് $1000 256GB വരുന്നത് $1100 512GB വരുന്നത് $1300. ഇനി നമുക്ക് ഐഫോണിൻ്റെ ഏറ്റവും ഹയസ്റ്റ് വേരിയൻ്റായ iPhone 12 പ്രോ മാക്സിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഏറ്റവും വലിയ സ്ക്രീനോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. 6.7 OLED ഡിസ്പ്ലേ ആണ്. 16Hz to 120Hz റിഫ്രഷ് റേറ്റുമുണ്ട്. സാംസങ് തന്നെയാണ് സ്ക്രീൻ നിർമ്മിച്ചിരിക്കുന്നത്. 6GB റാം വരുന്ന ഫോണിന് 128GB 256GB 512GB സ്റ്റോറേജ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. A14 Bionic ചിപ്പ് വിത്ത് 5G കണക്ടിവിറ്റിയും ഇതിൽ തന്നെ ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം ബോഡിയാണ് വരുന്നത്. നമ്മൾ നേരത്തെ iPhone 12 പ്രോയിൽ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. ഒപ്പം LiDAR സെൻസറുമുണ്ട്. ഏറ്റവും ലോ വേരിയൻ്റായ 128GB വരുന്നത് $1100. 256GB വരുന്നത് $1200. 512GB വരുന്നത് $1400. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആപ്പിളിൻ്റെ ഏത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയാലും അതിൻ്റെ ഒരു ഹൈപ്പ് അല്ലെ അതിൻ്റെ ഒരു ബിൽഡപ്പ് ഒന്ന് വേറെ തന്നെയാണ്. iPhone 12ൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റി ആപ്പിൾ കൃത്യമായ ഒരു സൂചന തരുന്നില്ല. കാരണം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ ഡിലേ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും നമുക്ക് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഇതിൻ്റെ ലോഞ്ച് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് iPhone 12ൻ്റെ ഇതുവരെ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.